ഇന്ന് നമുക്ക് പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ കുർത്തിയുടെ നെക്ക് കട്ട് ചെയ്യാമെന്ന് പഠിക്കാം. ആദ്യം ഞാനിവിടെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്ത് ഇതുപോലെ രണ്ടായി മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിന് ശേഷമാണ് ഇനി നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെന്ത് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 6 ഇഞ്ചാണ് ലെന്ത് വേണമെങ്കിൽ കറക്റ്റ് 6 ഇഞ്ച് തന്നെ നമ്മൾ ക്യാൻവാസിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ വിട്താണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. 4 ഇഞ്ച് വിട്താണ് എനിക്കിവിടെ വേണ്ടത്. അതുപോലെ താഴെ ഞാൻ എടുക്കുന്നത് 3.25 എടുക്കുന്നത്. ഇനി മുകളിൽ അടയാളപ്പെടുത്തിയ 4 ഇഞ്ചും താഴെയുള്ള 3.25 കൂടി ഇതുപോലെ ചേർത്തൊന്ന് വരച്ചെടുക്കുക. ഇനി ഇതിനകത്താണ് നമുക്ക് ഷേപ്പ് വരയ്ക്കേണ്ടത്. ഇവിടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാനൊരു യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. ഇത് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ഷേപ്പ് വരച്ച ഭാഗത്ത് വെച്ചിട്ടാണ് ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കേണ്ടത്. ഇനി ഈ പോയിൻ്റെല്ലാം ഒന്ന് ചേർത്ത് വരച്ചെടുക്കുക. ഇപ്പോൾ ഈ പോയിൻ്റ് എല്ലാം ചേർത്ത് വരച്ച് ഒരു നെക്ക് പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇത് തെന്നി മാറാണ്ടിരിക്കാൻ തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ മുട്ടുപിന്ന് കൊരുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അകത്ത് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം 1/2 ഇഞ്ച് വരച്ചില്ലേ, ആ വര വരെ വരാവേ അവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ ബാക്ക് നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ഇതുപോലെ കട്ട് ചെയ്യാം. ആദ്യം 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഞാൻ 6 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. സെയിം ലെന്തിൽ തന്നെ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടാണ് സെയിം ഈ അളവ് തന്നെ എടുത്തിട്ടുള്ളത്. സെയിം അതുപോലെ തന്നെയാണ് നെക്ക് വിഡ്ത്തും 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. താഴെ 3.25 അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 2 വരകളും ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തുമാണ് ഫ്രണ്ട് നെക്കിനായാലും ഡിസൈൻ ചെയ്ത് നമ്മൾ എടുക്കേണ്ടത്. സിമ്പിളായിട്ടൊരു നെക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം ഞാൻ ചെറിയൊരു ചരിച്ചൊരു വര കൊടുത്തു നോക്കി. വര കൊടുത്തപ്പോൾ അത് ഒത്തിരി സിമ്പിളായി പോയി തോന്നിയതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാമെന്ന് കരുതി ഞാൻ അവിടെ ഒരു ചെറിയൊരു ഷേപ്പായിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള നെക്ക് വേണം എന്നാണ് കസ്റ്റമറിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡിസൈൻ നോക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഇതുപോലെ 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ അടയാളപ്പെടുത്തിയതുപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കിലും 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനെല്ലാം ആ പോയിൻ്റ് എല്ലാം ചേർത്തതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇതുപോലെ താഴത്തെ പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വരച്ച ഡിസൈൻ്റെ പുറത്തു കൂടി തന്നെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് വരുന്നത് വരെ. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രിഡ്ജ് പോലെ കട്ട് ചെയ്തെടുക്കുക. തുണിയിൽ വെച്ച് സ്റ്റിപ്പ് ചെയ്യുന്ന സമയത്ത് നെക്ക് വിഡ്ത്തിന് മാറ്റം വരാണ്ടിരിക്കാനാണ് ഈ രീതിയിൽ കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒരു തുണി എടുക്കുക. ഇതുപോലെ 4 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ സ്റ്റിപ്പിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിളങ്ങുന്ന വശത്താണ് പശ വരുന്നത്. അപ്പോൾ അത് ആ തിളക്കമുള്ള വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു ഫാബ്രിക്, ഇത് പേപ്പർ ആയതുകൊണ്ട് നല്ല ചൂടടിക്കുമ്പോൾ ഉരുകി പോകും കേട്ടോ ചിലപ്പോൾ. അപ്പം ചെറിയ ഒരു കട്ടി കുറഞ്ഞ ഒരു ലൈനിങ് പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് തുണിയിൽ സ്റ്റിപ്പായിക്കോളും. അത് കഴിഞ്ഞ് മറിച്ചിട്ടൊന്ന് നമ്മൾ ഒന്ന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിപ്പായിട്ടിരിക്കും. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കി അധികമായിട്ട് നിൽക്കുന്ന പീസെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ബാക്ക് പാർട്ട് നമ്മളിപ്പം ഇതുപോലെ സ്റ്റിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. സ്റ്റിപ്പിൻ്റെ സെൻറ്ററും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. പേപ്പർ ആയതുകൊണ്ട് ചൂടടിക്കുമ്പോൾ നന്നായിട്ട് ഉരുവി പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു ഫാബ്രിക് മുകളിലിട്ടിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിപ്പിൽ ചുളിവുകളൊന്നും വരാണ്ട് കറക്റ്റായിട്ട് കിട്ടും. ഇതും ഫ്രണ്ട് നെക്കും ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വെച്ച് ഇതും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് ആ 1/2 ഇഞ്ച് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിപ്പിൽ തട്ടാതെ തുണി മാത്രം മടക്കി ഇതുപോലെ പതുക്കെ ഒന്ന്
അയൺ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. 2 നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റിപ്പിൽ തട്ടാനേ പാടില്ല. സ്റ്റിപ്പിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഉരുവി ഷേപ്പ് മാറിപ്പോകും. നമ്മുടെ തുണിയിൽ മാത്രം ഇതുപോലെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ 2 നെക്കും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബാക്കി അധികമായിട്ട് വരുന്ന ഫാബ്രിക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോഴേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ അധികമായിട്ട് നിൽക്കുന്നത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് നമുക്ക് നെക്ക് കിട്ടിയിട്ടുള്ളത്. അരികിൽ ഇത്രയും രീതിയിൽ മാത്രമേ ഫാബ്രിക് നിൽക്കാൻ പാടുള്ളൂ. ബാക്കി അധികമായിട്ട് വരുന്ന എല്ലാ പീസും കട്ട് ചെയ്ത് കളയണേ. ഇപ്പം നമുക്കിനി ബാക്ക് നെക്കും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്